സ്കൂൾ ബസ്സുകൾ ക്യാമറ സ്ഥാപിക്കുന്നത്. സ്കൂൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിൽ മുൻവശത്തും പുറകിലും അകത്തും ക്യാമറ വെക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നതിനാൽ പ്രസ്തുത നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ ആകില്ല. വിവിധ എയ്ഡഡ് സ്കൂളുകൾ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുമായി കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുകയുണ്ടായി. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനം സംബന്ധിച്ചുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട യോഗം ചർച്ച ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് RPWD ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തുടർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പോരുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളത്. സുപ്രീം കോടതി വിധിയും അതുപോലെ RPWD ആക്ടിൽ പറയുന്ന വ്യവസ്ഥകളും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. എന്നാൽ പല മാനേജ്മെൻറ്റുകളും ഈ കോടതി വിധികളെയും ഭിന്നശേഷി ആക്ടിനെയും അതിൽ വെള്ളം ചേർക്കുവാനും സമയത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച തന്നെ ഭിന്നശേഷി